നമസ്തേ. ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു വാചകത്തിൽ തീരുന്ന വിഷയമല്ല ഇത്. നടന്നത് വൻ മോഷണമാണെന്നും അതിന്റെ പേരിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട കാര്യമില്ലെന്നും പറയുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. റീലുകളിലും ട്രോളുകളിലും മറഞ്ഞുപോകുന്ന ഈ പരീക്ഷ വിവാദങ്ങളുടെ യഥാർത്ഥ കഥ എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കേവലം സാമൂഹിക മാധ്യമങ്ങളിലെ പെർസെപ്ഷൻ അഥവാ പൊതുബോധം മാത്രമാണെന്നും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നും വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുകയാണ്. രഞ്ജിത്ത് രവീന്ദ്രൻ എഴുതിയ കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. മന്ത്രിയുടെ ഭരണകാലത്ത് 2 തവണ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി എന്നതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് പോസ്റ്റിലൂടെ കൃത്യമായി പറയുന്നു. റീലുകളിലും വാർത്തകളിലും കാണുന്ന ഉപരിവിപ്ലവമായ കാര്യങ്ങൾക്കപ്പുറം ഈ പരീക്ഷാ ക്രമക്കേടുകളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും അതിനെതിരെ മന്ത്രാലയം സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ആളുകൾ ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. രഞ്ജിത്ത് രവീന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് വായിക്കാം. പെർസെപ്ഷൻ അതാണ് എല്ലാം. നിങ്ങളിൽ മിക്കവരും ഒരുപക്ഷെ കടുത്ത BJP-ക്കാർ പോലും കാണുന്നത് ആരെയാണ്? ഒരു പരാജയപ്പെട്ട മന്ത്രി. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 2 ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നു എന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും അല്ലേ? എന്റെ ചോദ്യം ലളിതമാണ്. നിങ്ങൾ ഒരു BJP സപ്പോർട്ടർ ആണ് എങ്കിൽ, ഈ പോസ്റ്റ് കാണുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ആദ്യം ധർമ്മേന്ദ്ര പ്രധാനെ പറ്റി എന്തു തോന്നുന്നു എന്ന്. രണ്ടാമത്, നിങ്ങൾ സോഷ്യൽ മീഡിയ റീലുകളും ചില വാർത്തകളുമല്ലാതെ സ്വയം പേപ്പർ ലീക്കുകളെപ്പറ്റിയും അതിനെതിരെ നടത്തിയ നടപടികളെപ്പറ്റിയും അറിയാൻ ശ്രമിച്ചോ എന്ന്. ആദ്യത്തെ ലീക്ക്, അതായത് 2024 ഹസാരിബാഗ് ഒയാസിസ് സ്കൂളിൽ നടക്കേണ്ട പരീക്ഷയ്ക്ക് വേണ്ടി സംരക്ഷിതമായ ചോദ്യപേപ്പർ SBIയിൽ എത്തുന്നു. അവിടെ നിന്നും സ്കൂളിലെ സ്ട്രോങ് റൂമിലെത്തുന്നു. അവിടെ പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് NTA സിറ്റി കോർഡിനേറ്ററും സ്കൂൾ പ്രിൻസിപ്പാളുമായിട്ടുള്ള അഹ്സനുൽ ഹക്കിന്റെയും സ്കൂൾ വൈസ് പ്രസിഡന്റിന്റെയും സഹായത്തോടെ പങ്കജ് കുമാർ എന്നൊരാൾ സ്ട്രോങ് റൂമിൽ കയറി ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുക്കുന്നു. സ്ട്രോങ് റൂമിന്റെ പിന്നിലെ വാതിൽ തുറന്നു കൊടുത്താണ് അയാളെ അകത്ത് കയറ്റിയത്. ഇത് നിങ്ങൾ ചോർച്ച എന്നാണോ വിളിക്കുക, മോഷണം എന്നാണോ വിളിക്കുക? ശരി, എന്തും വിളിച്ചുകൊള്ളൂ. പക്ഷേ ഇതിന്റെ തൊട്ടു പിന്നാലെ ISRO മുൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പരീക്ഷ എങ്ങനെ സുരക്ഷിതമായി നടത്താമെന്ന് വിശദമായി പഠനവും അതേ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ ഇംപ്ലിമെന്റേഷനും തുടങ്ങി. ഷോർട്ട്, മീഡിയം, ലോങ് എന്നിങ്ങനെ 3 ഘട്ടത്തിൽ നടത്തേണ്ട മാറ്റങ്ങളായിരുന്നു. ഇതിൽ ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നു, പ്രത്യേകിച്ച് സുരക്ഷ. എന്നാൽ ലോങ് ടൈം ഗോളുകളിൽ ഒന്നായിരുന്നു ചോദ്യപേപ്പർ അസംബ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ടും ഒരാളും ഹാൻഡിൽ ചെയ്യാതിരിക്കുക, പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് ലഭ്യമാക്കുക, പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷ, 2027 മുതൽ ഇങ്ങനെയാണ് പരീക്ഷ എന്നും തീരുമാനമെടുത്തിരുന്നു. അതിനുള്ള സംവിധാനങ്ങളും തയ്യാറായി. അതായത് 2026 നീറ്റ് ഈ സംവിധാനത്തിൽ നടക്കുക അവസാന പരീക്ഷയായിരുന്നു എന്നർത്ഥം. കെമിസ്ട്രി അധ്യാപകനായ PV കുൽക്കർണി ചോദ്യപേപ്പർ പാനലിലെ അംഗമായിരുന്നു. ഇയാൾക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് സെഷനും ഉണ്ടായിരുന്നു. അവിടെ ഇയാൾ തനിക്കറിയാവുന്ന ചോദ്യങ്ങൾ ബേസ് ചെയ്ത് അയാൾക്കൊരു കോച്ചിങ് സെന്ററും ഉണ്ടായിരുന്നു. അയാൾ ഈ ചോദ്യങ്ങൾ ചിലർക്ക് വിറ്റു. ഇതാണ് രണ്ടാമത്തെ ലീക്ക്. എന്തുകൊണ്ട് കുൽക്കർണിയെ പോലെയുള്ള ആളുകൾ എന്നല്ലേ? അതെ, നമ്മുടെ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റി കൂടി കാരണമാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കിയാൽ മാത്രം പോരാ, അത് വിവിധ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്തു വേണം ഫൈനൽ കോപ്പി കൊടുക്കാൻ. ഇയാൾക്ക് മറാത്ത ട്രാൻസ്ലേഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് സിസ്റ്റത്തിനകത്തുള്ള 2 ക്രിമിനലുകൾ, ഒരാൾ സ്കൂളിൽ നിന്നും മറ്റേയാൾ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഇടത്തു നിന്നും ഇത് മോഷ്ടിച്ചതാണ് ഈ സംഭവം. അടുത്ത വർഷം ഈ പ്രോസസ്സൊക്കെ മാറുകയും ചെയ്യും. ഇനി ഒരു ചോദ്യം കൂടി, നിങ്ങളിൽ എത്ര പേർക്ക് ഈ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ഇത്ര ആഴത്തിൽ അറിയാമായിരുന്നു? എത്ര പേർ പറഞ്ഞു? ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച എന്ന പേരിൽ വലിയ രാഷ്ട്രീയവാദങ്ങൾ ഉയർന്നപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ ചർച്ചകളിലും പ്രചരിച്ചത് സംഭവങ്ങളുടെ ഒരു വശം മാത്രമാണെന്നാണ് ഇപ്പോൾ വായിച്ച ഈ ഫേസ്ബുക്ക് കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സംവിധാനത്തിനകത്തെ ചില വ്യക്തികളാണോ അതോ ഭരണപരമായ വീഴ്ചകളാണോ എന്ന ചോദ്യം ഇപ്പോഴും ചർച്ചയാകുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ വെറും ട്രെൻഡുകളുടെയും റീലുകളുടെയും അടിസ്ഥാനത്തിൽ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് പകരം സംഭവങ്ങളുടെ യഥാർത്ഥ വസ്തുതകളും അന്വേഷണ റിപ്പോർട്ടുകളും സർക്കാർ സ്വീകരിച്ച നടപടികളും പൊതുസമൂഹം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞു. NDA യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഈ നീറ്റ് വിവാദത്തെക്കുറിച്ചുള്ള വിശദീകരണം. കുറ്റക്കാരായ 13 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ ഉടൻ പുനഃപരീക്ഷ നടത്തി വേഗം തന്നെ ഫലം പ്രഖ്യാപിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJPയുടെ സമരം തെരുവിൽ ശക്തമാകുമ്പോഴാണ്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിശദീകരണം. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മൗനത്തെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചിരുന്നു. സർക്കാർ നടപടി ന്യായീകരിച്ച് ചോദ്യപേപ്പർ ചോർച്ച ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് വിശദീകരിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്ന് ചില കൂട്ടർ പറയുന്നു. മന്ത്രിയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരിൽ നടപടി നിർത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന് വ്യക്തമാകുന്നതാണ് മോദിയുടെ ഈ വിശദീകരണമെന്ന് ചില പ്രതിപക്ഷത്തെ ആളുകൾ പറയുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെയാണ് NDA യോഗത്തിലെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. അതുമാത്രമല്ല, നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ NDA MPമാർക്ക് സുപ്രധാന നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികളെ പ്രകോപിപ്പിക്കരുതെന്നും അവർക്ക് ശരിയായ പാത കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾ നിലവിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണെന്നും അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ MPമാർ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എളുപ്പമാണെങ്കിലും അതിൽ നിന്ന് തിരികെ വരുന്നത് വളരെ പ്രയാസകരമാണെന്നും കുട്ടികളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. GMC ബാലയോഗി ഓഡിറ്റോറിയത്തിൽ നടന്ന NDA യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അതേസമയം മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇക്കുറി നടന്ന നീറ്റ് പുനഃപരീക്ഷ മെറിറ്റുള്ള വിദ്യാർത്ഥികളെ കൃത്യമായി മെഡിക്കൽ പ്രവേശനത്തിന് അർഹരാക്കിയെന്നാണ് പൊതുവായ വിലയിരുത്തൽ. കുറ്റമറ്റ നീറ്റ് പരീക്ഷ നടത്തിയതിന് കേന്ദ്ര സർക്കാരിന് കയ്യടി ഉയരുകയാണ്. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആര്യൻ ഗുപ്ത ദിവസേന 14 മണിക്കൂർ നേരം പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. ഡോക്ടർമാരായ അച്ഛനും അമ്മയുമുള്ള ഈ കുടുംബത്തിലെ ആര്യന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ വർഷം നീറ്റ് റാങ്ക് 51 കരസ്ഥമാക്കിയ ആളാണ്. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥി 720ൽ 715 മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ്. 2ാം റാങ്കുകാരൻ പ്രൻഷൂലും പഠിപ്പിൽ മിടുക്കനാണ്. 720ൽ 715 മാർക്ക് നേടിയ പ്രൻഷൂൽ ഫരീദാബാദ് സ്വദേശിയാണ്. പ്രൻഷൂൽ IIT പ്രവേശനത്തിൽ JEEയിൽ 99.5% മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ്. 8ാം ക്ലാസ് മുതലേ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്രൻഷൂൽ. രാജസ്ഥാനിൽ നിന്നും വരുന്ന ഉപലക്ഷ്യ ഗോയൽ 720ൽ 711 മാർക്ക് നേടി. പൊതുവെ മെറിറ്റുള്ളവർ ഉന്നത റാങ്കുകൾ കൈയടക്കുകയും യോഗ്യതയുള്ളവർ കൃത്യമായി പ്രവേശനം നേടുകയും ചെയ്തതോടെ നീറ്റ് പരീക്ഷാ നടത്തിപ്പിന് വൻ കയ്യടി ഉയരുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ലഭിക്കാൻ നമ്മുടെ ചാനൽ തത്വമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.